ജനാർദ്ദന കുറിപ്പാണ്. പഞ്ചഭൂത തത്വധ്യാനം എന്നുള്ളതിൽ 5-ാമത്തെ ആകാശ തത്വധ്യാനം, പേജ് 183 വാശിയോഗവും പഞ്ചതത്വവും. ഭ്രൂമധ്യം മുതൽ മുകളിലേക്ക് ആകാശഭൂതമാകുന്നു. അവിടെ ആകാശഭൂതത്തെ ധ്യാനിക്കണം. ആകാശമന്ത്രബീജമായ ഹം എന്ന് ജപിക്കണം. നടുവിരലാണ് ആകാശം. നടുവിരൽ തള്ളുവിരലിൻ്റെ അടിയിൽ വസ്തു ചേർത്ത് വയ്ക്കുക. തള്ളുവിരൽ അതിനെ ചെറുതായി അമർത്തുക. ഇത് ആകാശമുദ്ര അല്ലെങ്കിൽ ശൂന്യമുദ്ര എന്ന് പറയും. ആകാശത്വം വൃത്താകാരവും പുകനിറവും ഹകാരത്താൽ പ്രകാശിതവുമാണ്. ആകാശതത്വത്തിൽ വായുവിനെ ആരോപിച്ച് വിഷ്ണു രൂപത്തിൽ മഹാദേവനും വ്യോമാകാരത്തിൽ സദാശിവനും ശുദ്ധസ്ഫടിക തുല്യനും നിർമ്മലനും ചന്ദ്രകലാധരനും പഞ്ചമുഖനും സൗമ്യനും ദശബാഹുവും ത്രിനേത്രനും സർവായുധധാരിയും സർവാഭരണ വിഭൂഷിതനും പാർവതീകാന്തനും സർവ്വകാരണങ്ങൾക്കും കാരണമായ ഭഗവാൻ ശിവനെ ആകാശത്തിൽ ധാരണം ചെയ്ത് ധ്യാനിക്കണം. ഇതുകൊണ്ട് ആകാശഗമനത്തിനുള്ള കഴിവ് ലഭിക്കും. ഇങ്ങനെ ദേഹത്ത് പഞ്ചഭൂതങ്ങളെയും ആവാഹിച്ച് ധ്യാനത്തിന് ശേഷം ആത്മീയ ചക്രങ്ങൾ കുണ്ടലിനി ശക്തിയെ കൊണ്ടുവന്ന് ഓരോന്നോരായി ഊർജ്ജവൽക്കരിക്കണം. അപ്പോൾ അതത് ചക്രങ്ങളുമായി ബന്ധപ്പെട്ട അവയവങ്ങളും ഗ്രന്ഥികളും ആരോഗ്യത്തോടുകൂടിയിരിക്കും. തന്മൂലം ശരീരം സ്വസ്ഥമായി തീരും. മനസ്സിനും വികാരങ്ങളെയും ചിന്തകളും നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ മനസ്സും ബുദ്ധിയും ശക്തിപ്പെടും. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ വർണ്ണത്തോടും രൂപത്തോടും ബീജമന്ത്രത്തോടും ദേവതയോടും കൂടി അംഗങ്ങൾ സ്ഥാപിച്ച് ധ്യാനിക്കണം. ഇതുമൂലം സാധകന് സർവ്വരോഗങ്ങളാകുന്നു പോകുന്നു. മരണമയവും ഉണ്ടാകുകയില്ല. സഗുണരൂപധ്യാനത്തിൽ ഗുണസിദ്ധിയും നിർഗുണധ്യാനത്തിൽ സമാധിയും ഉണ്ടാകും. നമ്മൾ പറഞ്ഞത് ഭ്രൂമധ്യം, അതായത് നെറ്റിയിൽ പുരികങ്ങളുടെ മധ്യം മുതൽ മുകളിലേക്കുള്ള തലയുടെ ഭാഗത്താണ് ആകാശഭൂതം. അവിടെയാണ് ആകാശഭൂതത്തെ ധ്യാനിക്കുന്നത്. ആകാശബീജം മന്ത്രം ഹം എന്നാണ്. ആ ഹം എന്നുള്ളത് സാധാരണയായി നമ്മൾ വിശുദ്ധി ചക്രം, കഴുത്തിൽ പിന്നിലുള്ള വിശുദ്ധി ചക്രത്തിലാണ് ഹം എന്നുള്ളത് ജപിക്കുന്നത്. ആകാശഭൂതം അതിൻ്റെ ഉള്ളിലും സോഹം എന്ന് ജപിക്കുമ്പോഴും ആ ഹമ്മാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ശിരസിൽ ആകാശഭൂതം ആയിട്ടുള്ള ഹം 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 എന്നും ഭ്രൂമധ്യത്തിന് മുകളിലേക്ക് ജപിക്കുമ്പോൾ ആകാശ വിരൽ എന്ന് വെച്ചാൽ നടുവിരലാണ്. നടുവിരൽ തള്ളവിരലിൻ്റെ കടയ്ക്ക് വയ്ക്കാം. തള്ളവിരലുകൊണ്ട് പതുക്കെ ഒന്ന് ഞെക്കാം. മറ്റു 3 വിരൽ നിർത്തി പിടിക്കുക. ഇതാണ് ആകാശതത്വത്തിന് ആകാശമുദ്ര എന്ന് പറയുന്നത്. ആ ഒരു ഇരിപ്പിലിരുന്ന് ആകാശതത്വത്തെ വൃത്താകാരവും പുകനിറവുമുള്ള പ്രകാശിതമാണ്. അങ്ങനെയുള്ള ആകാശത്തെ വായുവിൽ അയച്ച് ശരീരത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അതിൽ മുഴുകുന്നതായിട്ട് വിവരിക്കുക. ഇതിൽ വിഷ്ണു മഹാദേവനും സദാശിവനും ആയിട്ടുള്ള ത്രിനേത്രനും സർവായുധമായിട്ടുള്ള ശിവനെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ആകാശത്തിൽ ധാരണം ചെയ്ത് ധ്യാനിക്കണം. അതുകൊണ്ട് ആകാശഗമനത്തിനുള്ള കഴിവ് ലഭിക്കുന്നു. ലക്ഷക്കണക്കിന് ജപിച്ച് ഈ ചക്രങ്ങൾ മുതൽ ലംന്ന് മൂലാധാരത്തിലും വംന്ന് സ്വാധിഷ്ഠാന ചക്രം, അത് നട്ടലിൻ്റെ ഏറ്റവും അടിയിലും, രംന്ന് മണിപൂര ചക്രത്തിലും പൂക്കളുടെ പിന്നിൽ, അതുപോലെ യം എന്ന് അനാഹത ചക്രത്തിലും നെഞ്ചിൻ്റെ പിന്നിലും, ഹം എന്ന് കഴുത്തിൻ്റെ പിന്നിലും, ഓം എന്ന്. അതോടുകൂടി പഞ്ചഭൂത ധ്യാനങ്ങൾ കഴിഞ്ഞു. പിന്നെ ഓം എന്നുള്ള ആജ്ഞയിലും എന്നുവെച്ചാൽ ഈ പുരിക മധ്യത്തിലും, പിന്നെ നെറുകയിൽ ഭുർഭുവസ എന്നുള്ള മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആകാശഭൂതമായിട്ടുള്ള ഹമ്മിനെ ഭ്രൂമധ്യത്തിന് മുകളിലുള്ള ആകാശഭാഗത്ത് ജപിച്ചുകൊണ്ടിരിക്കണം. ഹം ഹം. ഒരുപാട് വിശേഷപ്പെട്ട അനുഭവങ്ങൾ. ഈ ചക്രങ്ങൾ ഊർജ്ജവൽക്കരിക്കപ്പെട്ടാൽ പലവിധ അനുഭവങ്ങളും അതീന്ദ്രിയ ശക്തികളും പലവിധ കഴിവുകളും അതുപോലത്തെ പലവിധത്തിലുള്ള ജ്ഞാനങ്ങളും അറിവുകളും അതുപോലെ അനുഭവങ്ങളും ഉണ്ടായിത്തീരുന്നുള്ളതാണ്. അത് എല്ലാ ശിഷ്യന്മാരും അത് പരിശീലിക്കാം. പഞ്ചഭൂത ധ്യാനം നമ്മൾ പുതുതായിട്ട് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ട് പഞ്ചാക്ഷര താന്ത്രിക പരിശീലനം എന്നുള്ളത് ഗോരഖ്നാഥിൻ്റെ ചന്ദ്രരേഖ 200 എന്നുള്ള പുതിയ പുസ്തകത്തിൽ പഞ്ചാക്ഷര താന്ത്രിക പരിശീലനം പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിനകത്തും ഈ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ധ്യാനവും മറ്റു കാര്യങ്ങളും അതിലും പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ പഞ്ചഭൂതങ്ങളുടെ ബീജമന്ത്രത്തെ വേണം ഇവിടെ പറഞ്ഞത്. അതേസമയം അതിൽ വർണ്ണമയി, ഈ ചക്രത്തിനുള്ള വർണ്ണമയി മന്ത്രങ്ങളുമുണ്ട്. അതിൻ്റെ ദീക്ഷ ചെയ്യാനുണ്ട്, അതിൻ്റെ പരിശീലനം നടത്താനുണ്ട്. ഓരോ ചക്രങ്ങളും നട്ടലിലൂടെ മുകളിലേക്ക് കയറി താഴോട്ട് ഇറങ്ങി അങ്ങനെ 16 ചക്രങ്ങൾ, 5 2 7 ചക്രങ്ങളിലും
8 ചക്രങ്ങൾ, ബിന്ദു ഉൾപ്പെടെയുള്ള 8 ചക്രങ്ങളിൽ കൂടെ മുകളിലേക്ക് കയറുകയും താഴോട്ടിറങ്ങുകയും ചെയ്ത് 16 ചക്രങ്ങളിൽ കൂടെ ഈ മന്ത്രം ചുറ്റണം. ഓരോന്നിലും 108 വീതം ആകുമ്പോൾ 16 ചക്രം. അങ്ങനെ ലക്ഷക്കണക്കിന് ജപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഈ ചക്രങ്ങൾക്ക് ഒരു ശക്തി പകരാം. അല്ലെങ്കിൽ നേരിട്ട് വേണം ശക്തി കൊടുക്കാൻ. നമഃ ശിവായ.